എംപിക്കുള്ള അവസരമാണ്. താൻ എന്ത് ചെയ്തുവെന്ന് അടൂർ പ്രകാശ് എംപി പറയും. ഒപ്പം CPM ജില്ലാ സെക്രട്ടറി വി ജോയ് MLAക്ക് പറയാനുള്ളത് കൂടി കേൾക്കാം. ഈ കഴിഞ്ഞ 5 വർഷക്കാലമായി എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ആറ്റിങ്ങിലെ ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു. ഈ ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് ബഹുമാന്യനായ നിതിൻ ഗഡ്കരിയാണ് ഉപരിഗതാഗത വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാനത് ആവശ്യപ്പെട്ടു. അപ്പോൾ അതിന് മറുപടി എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും സാധ്യമല്ല എന്നുള്ള നിരാശാജനകമായ മറുപടിയാണ് കിട്ടിയത്. അതിന് കാരണങ്ങളും അദ്ദേഹം പറഞ്ഞു. ഈ 3A നോട്ടിഫിക്കേഷൻ നടത്തിയാൽ 1 വർഷമാണ് കാലാവധി, അതിനുള്ളിൽ തന്നെ 3D നോട്ടിഫിക്കേഷനിലേക്ക് പോകണം. അത് നടന്നില്ല എന്നുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ അത് ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ള മറുപടിയാണ് കിട്ടിയത്. ഞാൻ നേരിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി കാര്യങ്ങൾ സംസാരിക്കുകയും അങ്ങനെ സംസാരിച്ചതനുസരിച്ച് അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, വീണ്ടും 3A നോട്ടിഫിക്കേഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള കത്ത് തരാൻ പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ കത്ത് കൊടുത്തതനുസരിച്ച് 3A നോട്ടിഫിക്കേഷൻ നടത്തി. പിന്നീട് 3D നോട്ടിഫിക്കേഷനിലേക്ക് പോകുന്നതിന് വേണ്ടി എൻ്റെ നിരന്തരമായ ശ്രമം അവിടെ ഞാൻ നടത്തി. അങ്ങനെ 3D നോട്ടിഫിക്കേഷനിലേക്ക് പോയി. പണം കൊടുക്കാനുള്ളത് സർക്കാർ കൊടുക്കുകയും കൊടുത്തതനുസരിച്ചാണ് കടമ്പാട്ടുകോണം മുതൽ കഴക്കൂട്ടം വരെയുള്ള നാഷണൽ ഹൈവേയുടെ പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെയാണ് ഒരു ബൈപ്പാസ്, നമ്മുടെ ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനം കൂടി അതിൻ്റെ കൂട്ടത്തിൽ വരികയും ആ പണികളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. വർക്കല നാവായിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ESI കോർപ്പറേഷൻ്റെ ആശുപത്രി സമുച്ചയം വരണം. ആ ആശുപത്രി സമുച്ചയം വരുന്നതിന് വേണ്ടി 2012 അതിൻ്റെ കല്ലടിയിൽ കർമ്മമൊക്കെ നടത്തിയതാണ്. അതിന് മറ്റ് യാതൊരു നടപടികളിലേക്കും പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അത് വെച്ച് ഞാൻ വീണ്ടും പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിച്ചു. ബഹുമാനായ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം നടത്തി. ആ യോഗത്തിൽ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടു. ഏതാണ്ട് 5,20,00,000 രൂപ അതിനുവേണ്ടി അനുവദിച്ചു തന്നു. ഇപ്പോൾ പണി ഏതാണ്ട് 98% പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൂടാതെ മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പോസ്റ്റ് ഓഫീസ് പണിയാൻ വേണ്ടി സ്ഥലം വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പോസ്റ്റ് ഓഫീസുകൾ പലയിടങ്ങളിലും വാടക കെട്ടിടത്തിൽ നടക്കുകയാണ്. ഒരെണ്ണത്തിന് അനുമതി കിട്ടി. ആ ഒരെണ്ണത്തിന് അനുമതി കിട്ടിയത് നമ്മുടെ വർക്കലയിലാണ്. വർക്കലയിൽ ഇപ്പോൾ അതിൻ്റെ ആദ്യത്തെ നില പൂർത്തീകരിച്ചു. ഏതാണ്ട് 2ാമത്തെ നിലയിലേക്ക് പണികൾ പോവുകയാണ്. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ISRO നെടുമങ്ങാട് ISROയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഏതാണ്ട് 169ഓളം ആളുകളാണെന്ന് തോന്നുന്നു, കുടുംബങ്ങൾ. ആ കുടുംബങ്ങൾ എല്ലാം ഈ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ട നടപടികൾ വളരെ നേരത്തെ തന്നെ നടത്തി. ഏതാണ്ട് 2015 കൂടിയാണ്. അന്ന് ഞാൻ MLA, ഞാനിവിടെ MP ഒന്നുമല്ല. അവിടെ ഈ സ്ഥലം ഇവർക്ക് ബാങ്കുകൾ ഈട് വെക്കാൻ പറ്റുന്നില്ല, കുട്ടികളെ പഠിപ്പിക്കുവാൻ വേണ്ടി ഈട് വെച്ചിട്ട് പണമെടുക്കാൻ കഴിയുന്നില്ല, കുട്ടികളെ കെട്ടിച്ചയക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ അവിടെയുള്ള ആളുകൾ എന്നെ നേരിട്ട് കണ്ടിട്ട് പറഞ്ഞു, ഇതിനെന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കണം, ഞങ്ങൾക്ക് ഈ സ്ഥലത്തിന് ഇതുവരെയും വില നിശ്ചയിച്ച് തന്നിട്ടില്ല, ബാക്കി നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്, വർഷങ്ങളായി ഇതുവരെയും കിട്ടിയിട്ടില്ല എന്ന് എന്നോട് സൂചിപ്പിച്ചു. അതനുസരിച്ച് അത് പ്രധാനമന്ത്രിയുടെ വകുപ്പാണ്. ISRO എന്ന് പറയുമ്പോൾ അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹമന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ ജിതേന്ദ്ര പ്രസാദിനെ ചുമതലപ്പെടുത്തി ഞാൻ നിരന്തരമായി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഏതായാലും 69.5 കോടി രൂപ അതിനുവേണ്ടി അനുവദിച്ചു തന്നു. ആ ആളുകൾക്കെല്ലാം പണം കിട്ടാനുള്ള നടപടി ഉണ്ടാക്കി. ഇപ്പോൾ നാഷണൽ ഹൈവേ 66 അതിൻ്റെ ഡെവലപ്മെൻറ്റ് കാസർഗോഡ് മുതൽ ഇവിടെ തിരുവനന്തപുരം വരെ അതിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആറ്റിങ്ങലിൽ ഈ വന്നിട്ടുള്ള, അത് യഥാർത്ഥത്തിൽ വന്നിട്ടുള്ളത് ബൈപ്പാസ് അല്ല, NH66 തന്നെയാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ അതിൻ്റെ ഭൂമി അക്വിസിഷൻ ആരാ ചെയ്തത്? കേന്ദ്ര ഗവൺമെൻറ് പങ്കുവല്ലോ ഉണ്ടോ? പ്രത്യേകിച്ച് എന്തെങ്കിലും സംവിധാനമുണ്ടോ? കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും തമ്മിലുണ്ടാക്കിയ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ
25% തുക സംസ്ഥാന ഗവൺമെൻറ് NH-66 വേണ്ടി നൽകണം. 5680 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ്. അങ്ങനെയാണ് ഈ ഭൂമി അക്വയർ ചെയ്യുന്നത്. ഇദ്ദേഹം പറയുന്നത് എന്താ? അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ ആറ്റിങ്ങലിലെ ഗതാഗത കുരുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ബൈപ്പാസ് കൊണ്ടുവന്നതെന്നാണ്. എവിടെന്നാ പൈസ? ഈ അക്വിസിഷൻ്റെ സ്റ്റേറ്റ് മുഴുവൻ നടന്ന അക്വിസിഷൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ആറ്റിങ്ങലിലെ ഈ പറയുന്ന NH-66 ഭാഗമായിട്ടുള്ള റോഡും വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പങ്ക് അതിനകത്ത് ഒന്നുമില്ല. സംസ്ഥാന ഗവൺമെൻറ് പൈസ കൊടുത്തില്ലെങ്കിൽ നടക്കത്തുമില്ല. നിങ്ങൾ പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും. പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഇടാൻ കഴിഞ്ഞ ഒരു MP എന്നുള്ള നിലയിൽ ഇവിടുത്തെ കേരളത്തിലെ ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പക്ഷേ ഇന്ന് ഇടതുപക്ഷ മുന്നണി കാണിക്കുന്ന തന്ത്രങ്ങളോട് അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളോട് എനിക്ക് യോജിപ്പില്ല. അത് യോജിപ്പില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള സമ്പത്ത് നമുക്ക് കിട്ടണം. അത് നമ്മുടെ അവകാശമാണ്. അത് ആരുടെ ഔദാര്യമല്ല. ആ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് ആ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഒരു ഗവൺമെൻറ് ഉത്തരവാദിത്വമാണ്. നമുക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ ചോദിച്ചു വാങ്ങണം. പക്ഷേ ചോദിച്ചു വാങ്ങുമ്പോൾ നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ചെയ്യണം. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പണം കിട്ടുമ്പോൾ ആ പണം കിട്ടുന്നത് എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്തു എന്ന് നിശ്ചയമായും ഇത് കൊടുക്കണം. നമ്മൾ എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത് എന്ന കണക്ക് അവിടെ കൊടുക്കണം. ഞങ്ങളെ ആരെയും അറിയിക്കാറില്ല. ഇവർ വരുന്നു പോകുന്നു. മന്ത്രിമാർ ആരെങ്കിലും വന്നാൽ എവിടെ പോകുന്നു, എങ്ങനെ വന്നു, അല്ലെങ്കിൽ എവിടെ വന്നു എന്നതിനെ പോലും ഞങ്ങളാരും അറിയാറില്ല. ഏതായാലും അത് ഇപ്പോൾ UDFൻ്റെ MP-മാരുടെ തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടി ഒരു ശ്രമമാണ് LDF ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുക. അതൊക്കെ സത്യത്തിൽ നീതിക്ക് നിരക്കാത്തൊരു കാര്യമാണ്. കേരളത്തിനു വേണ്ടിയോ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന മണ്ഡലത്തിനു വേണ്ടിയോ ശബ്ദമുയർത്തി ഒരു കാര്യം ചോദിച്ചു വാങ്ങാൻ സാധിച്ചിട്ടില്ല. നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി നൽകിയ നേമത്തെ റെയിൽവേ ടെർമിനലിനെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ പറ്റി? അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റി? ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചില്ലല്ലോ. നമ്മുടെ നിരവധിയായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനുകൾ, നമ്മുടെ റെയിൽവേയുടെ സ്റ്റോപ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ BJPയും ഇവരും തമ്മിൽ നല്ല തർക്കം നടക്കുകയാണ്. ഞങ്ങളാണ് കൊണ്ടുവന്നത്, ഞങ്ങളാണ് സ്റ്റോപ്പ് അനുവദിച്ചത് എന്നെല്ലാം പറയുകയാണ്. ഞങ്ങൾ പണം അനുവദിച്ചു എന്നെല്ലാം ഇപ്പോൾ അവിടെ V. മുരളീധരൻ ഇറങ്ങി പറയുന്നുണ്ട് ഞങ്ങളാണ് ചെയ്യുന്നതെന്നെല്ലാം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ റോൾ എന്താ? അവർ പറയുമ്പോഴും അതിനെ എതിർത്ത് പറയണ്ടേ? ഞാൻ പാർലമെൻറ്റിൽ ഇന്നത് ചെയ്തു എന്ന് പറയണ്ടേ? അപ്പോൾ നമ്മുടെ കേരളത്തിന് വേണ്ടിയോ അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിന് വേണ്ടിയിട്ടോ യാതൊരു പ്രയോജനവും ഈ 5 വർഷക്കാലം അദ്ദേഹത്തെ കൊണ്ടുണ്ടായില്ല എന്നുള്ളത് ഏറ്റവും സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ്. ഈ തുടങ്ങി വെച്ച കാര്യങ്ങൾ അത് പൂർത്തീകരണത്തിലേക്ക് പോകുന്നതിനും പുതിയ പുതിയ സംരംഭങ്ങൾ ആറ്റിങ്ങൽ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുമുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. ഇപ്പോൾ നെടുമങ്ങാട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ശബരി റെയിൽവേയുടെ ഒരു പ്രോജക്റ്റ് വളരെ ലൈവായി നിൽക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ ഒരു ആവശ്യം ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. പാർലമെൻറ്റിൽ ഉന്നയിച്ച ആവശ്യം എന്ന് പറയുന്നത് ഇത് സബ്മിഷനിലൂടെ അവതരിപ്പിച്ചതാണ്. നെടുമങ്ങാട് ആയി കേന്ദ്രീകരിച്ചുകൊണ്ട് ബന്ധിപ്പിച്ചുകൊണ്ട് റെയിൽവേ ലൈൻ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടു. അത് അങ്ങനെ പറയാനുള്ളൊരു കാര്യം, ഇവരുടെ പ്രഖ്യാപനത്തിൽ തന്നെ 50,000 ആളുകൾ കൂടുതൽ ജനസംഖ്യയുള്ള പ്രദേശത്തും കൂടി റെയിൽവേ ലൈൻ വരും എന്ന് ഇവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ നേമം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് LDFൻ്റെ BJPയുടെ നേതൃത്വത്തിൽ നേമത്ത് വന്ന് കല്ലടിയിൽ നടത്തി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നൊരു പ്രഖ്യാപനം നടത്തി 139 കോടി രൂപയുടെ റെയിൽവേയുടെ വികസന പ്രവർത്തനം ഇവിടെ നടത്താൻ പോകുന്നു എന്ന് പ്രഖ്യാപനമുണ്ടായി. ആ പ്രഖ്യാപനം മാത്രമേ നടന്നുള്ളൂ. പിന്നീട് ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പാർലമെൻറ്റിൽ ഞാനിത് അവതരിപ്പിച്ചു. ഈ കണക്കുകളെല്ലാം പറഞ്ഞുകൊണ്ടാണ് അവതരിപ്പിച്ച് നിരന്തരമായി അതിൻ്റെ പിന്നാലെ നടന്ന് ഏതായാലും ഇപ്പോൾ നേമം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാനുള്ളത് അത് നേടിയെടുക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുഖ്യമായ ലക്ഷ്യം. സമ്പത്ത് എവിടെയാണോ നിർത്തിയത് അവിടുന്ന് ആ മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നല്ല ശ്രദ്ധ
പതിപ്പിക്കും. അതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള റെയിൽവേയുടെ വികസനം, ആശുപത്രികളുടെ വികസനം, സ്കൂളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പൊതുഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയൊരു ജനറേഷനെ അവർക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ പറ്റും, അതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ പദ്ധതികൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നല്ല പരിശ്രമം അതിനകത്ത് വേണം. ആ പരിശ്രമം ഞങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും പുനരാരംഭിക്കും. ഇല്ല, ഞാനങ്ങനെ മാർഗിടാൻ തയ്യാറല്ല. അതിന് കാരണം ഞാനല്ല മാർഗിടേണ്ടത്. ആറ്റിങ്ങൽ പ്രദേശത്തെ ജനങ്ങളാണ് എൻ്റെ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിലയിരുത്തൽ നടത്തിയതിന് ശേഷം അവർ മാർഗിടുന്നുണ്ട് എങ്കിൽ ആ മാർഗ് ഞാൻ സ്വീകരിക്കാം. 10-ലാണെങ്കിലും 0 മാർക്ക് മാത്രമേ നൽകാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം അത്രയ്ക്ക് ഈ കേരളത്തിലെ എംപിമാരുടെ പൊതുവായ കാര്യം എടുത്തു നോക്കിയാൽ മണ്ഡലം ശ്രദ്ധിക്കാത്ത, മണ്ഡലത്തിലെ പൊതുപരിപാടികളിൽ പങ്കെടുക്കാത്ത, റെസിഡൻസ് അസോസിയേഷൻ്റെ പോലും യോഗങ്ങളിൽ പങ്കെടുക്കാത്ത, പിന്നെ വിവിധ സ്കൂളുകളുടെ യോഗങ്ങളിൽ പങ്കെടുക്കാത്ത ഒരു എംപിയാണ് അദ്ദേഹം. പിന്നെ എത്ര മാർക്ക് നമുക്ക് നൽകാൻ വേണ്ടി പറ്റും? 0 മാർക്കേ നൽകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. K20 ഇനി നാളെ കാണാം മറ്റൊരു മണ്ഡലവുമായി. നമസ്കാരം.